നമുക്കൊരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പോൾ നമ്മുടെ കൂടൽമാണിക്യം അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ആക്ച്വലി 28-ാം തീയതി തുടങ്ങിയതാണ്. അപ്പോൾ അതേ 30-ാം തീയതിയായി. ഞാൻ ഇന്നാണ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയത്. സോ ലെറ്റ്സ് ഗോ ഫോർ ഉത്സവം. അപ്പോൾ നമുക്കൊരു പട്ടുവായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതാ വീട്ടിലേക്ക് എത്തിയുള്ളൂ, അതുകൊണ്ട് ഒന്നും സോർട്ട് ചെയ്തിട്ടില്ല. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വെച്ചേക്കുകയാണ്. ഇതാ ഈ ഒരു പട്ടുവാടയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു സാരി വെട്ടി നമ്മൾ തയ്പ്പിച്ച പട്ടുവാടയാണ്. അതുകൊണ്ട് ഒരു ഫുൾ സാരിയുടെ പ്ലീറ്റ്സും ഉണ്ട് കേട്ടോ അതിനകത്ത്. നല്ല പ്ലീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് വരാം. മേക്കപ്പ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്നതാ കണ്ണെഴുതി, ബ്ലഷ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. ഞാൻ പിന്നെ ട്രഡീഷണൽ ആയിട്ട് എന്തിട്ടാലും സാധാരണ കണ്ണിങ്ങനെ നന്നായിട്ട് നീട്ടി എഴുതും കേട്ടോ. അകത്തും മുകളിലൊക്കെ എഴുതിയിട്ട് നല്ല നീട്ടി എഴുതും. പിന്നെ എന്താ ഒരു ലിപ്സ്റ്റിക്കിനെ തന്നെ നമ്മൾ ബ്ലഷ് ആക്കി, പൊട്ടാക്കി, അങ്ങനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്തു. ഇനി ഓർണമെന്റ്സിലേക്ക് കിടക്കാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൃഷ്ണന്റെ ലോക്കറ്റ് ആണ് കേട്ടോ. സാധാരണ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇത് ചേരാറുണ്ട്, ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട്. അപ്പോൾ മാലയ്ക്ക് അതിട്ടു. ഇനിയിപ്പോൾ കമ്മലിനാണ് നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത്. ഏതിടുന്ന് ഞാൻ കുറച്ച് ആലോചിച്ച് അമ്മയടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത അവസാനം ലെഫ്റ്റിലത്തെ ആ ഒരു വലിയ കമ്മൽ സെലക്ട് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് ആക്ച്വലി വയലിലേക്ക് ആരും അയച്ചെന്നൊരു ഗിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കമ്മൽ ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഇതിലിടുമ്പോൾ ഇടാൻ പറ്റാറുള്ളൂ. എന്തായാലും ഇത്തവണ അതും ഇട്ടു നമ്മൾ. വളയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കുറയ്ക്കുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഞാൻ ബ്ലാക്കും റെഡും കുപ്പി വളകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇടുന്നത്. ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നതല്ലേ ഈ ഉത്സവ സീസണിൽ, നമുക്ക് നല്ല ഒട്ടും കുറയ്ക്കേണ്ട, നല്ല ആർഭാടായിട്ട് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. മാത്രമല്ല എനിക്ക് പൊതുവേ ജുംക്കിയും കുപ്പികളും എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. എവിടെ പോയാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഷെയ്ഡിലും വളകളും ഉണ്ട്, കമ്മലും ഉണ്ട്. ഇനി ആകെ ബാക്കി ചെയ്യാനുള്ളത് മുടിയിലാണ്. അതിനകത്തൊരു താജ്മഹലോട് പണിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്നു കേട്ടോ. അപ്പം ഞാൻ പോയിട്ടൊരു ചെറിയ താജ്മഹൽ പണിയാൻ പറ്റുമെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. താജ്മഹലിലേക്ക് എത്തിയില്ലെങ്കിലും ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു കുത്തബ് മിനാർ ഞാൻ പണിഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് എന്നെ തന്നെ ആശ്വസിപ്പിച്ചിട്ട് ഈ ഗെറ്റ് റെഡി ഇവിടെ അങ്ങോട്ട് നിർത്തുക കേട്ടോ. സോ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഫൈനൽ ഫിറ്റ് ചെക്ക്? അടിപൊളിയായിട്ടില്ലേ? ആൻഡ് ഈ ബാഗ് നമുക്ക് മിട്ടുവാ വിയറ്റ്നാമിൽ നിന്ന് കൊടുത്തുന്ന ബാഗാണ് കേട്ടോ. അതും ഇറക്കിയിട്ടുണ്ട്, ഒരു രീതിയിലും കുറയ്ക്കേണ്ട. എന്ത് പറയുന്നു? ഇനി നമ്മൾ ഗെറ്റ് റെഡി അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ടിൽ ദാറ്റ് സന്ധിക്കും വരെ വണക്കം.